ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള മസാല ഷവായയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആ റെസിപ്പിക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ ഒരു മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പൈസ കൊടുത്ത് നമുക്ക് അതൊന്നും മേടിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ടേസ്റ്റ് അതിൽ കൂടുതലായിട്ടുള്ള ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ മസാല ഷവായ. അപ്പം നമുക്ക് രുചികരവും ആരോഗ്യകരവുമായ മന്തിയും മസാല ഷവായയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ മസാല ഷവായി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മസാല റെഡിയാക്കുന്നുണ്ട്, നമ്മുടെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു 1/4 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണത്. 1/4 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കണത്. ഇനി അതിനകത്തേക്ക് ഒരു 100 ഗ്രാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 100 ഗ്രാം ഇഞ്ചി, ഒരു 3 തക്കാളി, ഒരു 3 സ്പൂണ് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ പൊടിച്ചെടുത്ത ഗരം മസാലന്റെ ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 3 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവില്ലാത്ത മുളകില്ലേ, കാശ്മീരി, അത് നമുക്ക് പിരിയൻ മുളക് എന്ന് പറയും. അത് ഒരു 3 പിടിയാണ്. അത് ഒരു 10-20 മുളക് ഉണ്ടാവും. അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചതാണ്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചിക്കനിൽ പെരട്ടാനുള്ളതാണ്. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 പിടി മല്ലിയില ഇട്ട് കൊടുക്കണം. നമ്മുടെ മസാലയാണ് ഇത്. അപ്പൊ ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. അതിക്ക് മുന്നേ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് നമ്മുടെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഞാൻ ഇവിടെ ചിക്കൻ എടുത്തേക്കണ 1.5 കിലോ ചിക്കനാണ് കേട്ടോ. നമ്മുടെ ചിക്കന് ഇതുപോലെ തന്നെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ഞാൻ വലിയ പീസല്ല ആക്കിയേക്കുന്നത്, ഒരു ഇടത്തരം പീസാണ് ആക്കിയേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴത്ത് വെച്ചാലും മതി കേട്ടോ, ഫ്രീസറിൽ വെക്കരുത്. ഒരു 4 മണിക്കൂറോളം നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കന് ഞാൻ ഒരു 5 മണിക്കൂറോളമാണ് വെച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് ഒരു വിസിൽ വന്നവരൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ മസാല കിടന്ന് തന്നെ ഇറച്ചിയൊന്ന് വെന്താൽ മതി, ചിക്കനൊന്ന് വെന്തിട്ടിയാൽ മതി കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് വരാം. അതുവരെ വെയിറ്റ് ചെയ്യും. നമ്മുടെ ചിക്കന് വെന്തിട്ടുണ്ട്. മസാലയിൽ എന്താ അതിൻ്റെ ചാറ് ഉണ്ടാ. നമുക്കിനി ഇത് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ ആകണ്ട.
ഞാനിവിടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാന് മാറ്റിയിട്ട് വേറൊരു പാനാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ വേവിച്ചെടുത്ത നേരത്തെ കുക്കറിലിട്ട് വേവിച്ചെടുത്ത ബാക്കിയുള്ള മസാലയില്ലേ അത് നമുക്ക് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ ചാറെല്ലാം കുറുകി വരണം. അപ്പം നമുക്ക് അതിനൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ ചാറെല്ലാം ചിക്കൻ്റെ ചാറെല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫാക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. തീ ഓഫാക്കി കഴിഞ്ഞാൽ അത് ശരിയാകുള്ളൂ. അപ്പം അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും. അപ്പം അത് ഓഫാക്കിയിട്ട് നമുക്കതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കന് വലിയ പീസ് മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നേരത്തെ പറഞ്ഞത് വെള്ളം എന്ന് പറഞ്ഞാൽ ഞാനൊരു കപ്പ് അളവിലാണ് എടുത്തേക്കുന്നത്. ഞാനൊരു 3.5 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അതിനിരട്ടിയായിട്ട് ഇപ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. ഞാൻ അതിൽ കൂടെ ഒരു 3 തക്കാളി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് മന്തി ഒഴിക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് അളവ് വേണം എടുക്കാനായിട്ട്. അപ്പം ഇത് 3.5 കപ്പ് അരി, ഈ കപ്പിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം 3.5 കപ്പ് അരിക്കുള്ള വെള്ളമാണിത്. അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഞാൻ ഇപ്പോഴുണ്ട് ഏലക്ക, നല്ല ജീരകം, പെരുംജീരകം, പട്ട, ഗ്രാമ്പു, കുരുമുളകുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മൂത്ത മണം വരുമ്പോൾ ഞാനിവിടെ ഒരു 2 സവാള എടുത്തിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തേക്കണം, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കത്. നമ്മളിവിടെ ഇതിനകത്ത് നമ്മൾ മന്തി ഉണ്ടാക്കുന്നതിനകത്ത് മാഗി ക്യൂബ് ഇടണില്ല കേട്ടോ. മാഗി ക്യൂബ് ഇടണതിന് പകരമായിട്ട് നമ്മൾ മന്തിയിൽ ആവശ്യമായ മസാല ഇടുന്നുണ്ടല്ലോ. അപ്പം മാഗി ക്യൂബിൻ്റെ ആവശ്യമില്ല. മാഗി ക്യൂബിൽ ഉണ്ടെന്ന് പറയുന്ന എക്സ്ട്രാ ചിക്കൻ ഫ്ലേവർ ഇല്ലേ, അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കണില്ല കേട്ടോ. അതില്ലാതെയാണ് നമ്മളിവിടെ മന്തി ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിന് അത് പാടില്ലാത്തതാണ് ഈ മാഗി ക്യൂബ് എന്ന് പറഞ്ഞ സാധനം. ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് നമ്മുടെ പച്ചമല്ലി ഇട്ട് കൊടുക്കണ്ടേ. അതും കൂടെ ഒന്ന് വഴന്ന് വെക്കാം നല്ലതുപോലെ. നമ്മുടെ സവാളയൊക്കെ നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിനാവശ്യമുള്ള ചോറ് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കണ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ മുഴുവൻ പച്ചമുളക് ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പിടുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ചോറ് വെന്ത് വരുമ്പോൾ ഉപ്പ് കുറവായിരിക്കും. മൂടി വെക്കാം. തിളച്ച് വരട്ടെ കേട്ടോ. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ. ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചേക്കണ അരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചോറ് അരി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. മൂടി വെക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ടേ. നമുക്കൊരു സ്മോക്കിംഗ് കൂടെ ഉണ്ട്. അതും കൂടെ അതിനകത്ത് വെച്ചാലേ ഇത് എല്ലാം ഫുള്ളാകുള്ളൂ. നമുക്കിത് ഇതിനകത്ത് ഉള്ളിലോട്ട് താത്തി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെക്കണം. അപ്പം നമ്മുടെ മന്തി മസാല ഷവായി റെഡി ആയിട്ടുണ്ട്.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും ചെയ്യണം കേട്ടോ. അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.